നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ പോർച്ചുഗലിൻ്റെ അടുത്ത മത്സരം ഹംഗറിക്കെതിരെ നാളെയാണ്. നാളെ എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് നമുക്ക് ഇന്ത്യൻ സമയം ബുധനാഴ്ച പുലർച്ചെ 12:15 ആ കളി നടക്കുന്നത്. ഈ കളിക്ക് മുന്നോടിയായിട്ട് ഇപ്പോൾ പോർച്ചുഗീസ് ടീമിൽ നിന്ന് ഒരു സൂപ്പർ താരത്തെ ഒഴിവാക്കിയിരിക്കുന്നു. ആ കാര്യം ഒഫീഷ്യലായിട്ട് പോർച്ചുഗീസ് ഫുട്ബോൾ ഫെഡറേഷൻ അറിയിക്കുന്നുണ്ട്. മറ്റാരുമല്ല, റാഫേൽ ലിയാവോയെ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഫിറ്റ്നസ് പ്രശ്നങ്ങളുണ്ട് എന്ന് കണ്ടെത്തിയത് കൊണ്ട് കോച്ച് അദ്ദേഹത്തെ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നിപ്പോൾ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നു. നമുക്ക് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ഒന്ന് പോകാം. സ്ട്രൈക്കർ വിൽ നോട്ട് ബി അറ്റ് പോർച്ചുഗൽ വേഴ്സസ് ഹംഗറി മാച്ച് എന്നാണ് അവർ പറയുന്നത്. എന്നിട്ട് റാഫേൽ ലിയാവോയെ ഒഴിവാക്കിയിട്ടുണ്ട്. റാഫേൽ ലിയാവോയെ ദേശീയ ടീമിൽ നിന്ന് അടുത്ത മത്സരം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. ഈ തീരുമാനമെടുത്തിരിക്കുന്നത് ദേശീയ ടീമിൻ്റെ കോച്ചായിട്ടുള്ള റോബർട്ടോ മാർട്ടിനസ് ആണ്. ആഫ്റ്റർ കൺസിഡറിങ് ദി ഫിസിക്കൽ കണ്ടീഷൻ ഓഫ് ദി പ്ലെയർ. അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. പോർച്ചുഗൽ വേഴ്സസ് റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് മത്സരത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ കളിക്ക് അദ്ദേഹത്തെ കളിപ്പിക്കേണ്ട, സ്ക്വാഡിൽ ആവശ്യമില്ല, അദ്ദേഹത്തിന് ശാരീരികമായിട്ട് പൂർണ്ണ ഫിറ്റ് അല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കോച്ച് അദ്ദേഹത്തെ ഒഴിവാക്കിയിരിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ ഈ ഒരു മത്സരത്തിനുള്ള അവരുടെ അപ്ഡേറ്റഡ് സ്ക്വാഡ് നോക്കാം. ഗോൾ കീപ്പർമാരായിട്ട് സ്ക്വാഡിലുള്ളത് ഡിയേഗോ കോസ്റ്റ, ഹോസെസ, റൂയി സിൽവ എന്നിവരാണ്. ഡിഫൻഡർമാരായിട്ട് ഡിയേഗോ ഡാലോട്ട്, നെൽസൺ സെമെഡോ, ഗോൺസാലോ ഇനാസിയോ, ന്യൂനോ മെൻഡസ്, റൂബൻ ഡയസ്, ആന്റോണിയോ സിൽവ, റെനാറ്റോ വൈഗ, ന്യൂനോ ടവേരസ് എന്നിവരാണ്. മധ്യനിരയിൽ ജാവോ പലീഞ്ഞ, റൂബൻ നവസ്, മാറ്റിയസ് ന്യൂനസ്, വിറ്റീഞ്ഞ, ബ്രൂണോ ഫെർണാണ്ടസ്, പെഡ്രോ ഗോൺസാലസ്, ബെർണാഡോ സിൽവ എന്നിവരാണ്. മുന്നേറ്റ നിരയിൽ ജാവോ ഫെലിക്സ്, ഫ്രാൻസിസ്കോ ട്രിങ്കാവോ, ഫ്രാൻസിസ്കോ കോൺസിസാവോ, പെഡ്രോ നെറ്റോ, ഗോൺസാലോ റാമോസ്, ക്രിസ്ത്യാനോ റൊണാൾഡോ. ഏതായാലും കഴിഞ്ഞ കളിയും വിജയിച്ച് പോർച്ചുഗൽ ഇതാ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷന് തൊട്ടരികിലാണ്. ഹംഗറിക്കെതിരെ നാളെ ടീം വിജയിച്ച് കയറുമെന്ന പ്രതീക്ഷയിൽ ആരാധകരെ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.